ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് അന്നത്തെ തന്നെ വീഡിയോ അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പുഡിങ്ങിൻ്റെ വീഡിയോ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് കയറി കണ്ടോക്കൊണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ മാങ്ങിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പുഡിങ് ചെയ്യുന്നു അത്. അപ്പോൾ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. പിന്നെ അതാ നമ്മളത് ഉണ്ടല്ലോ കോഫി പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ബൗൾ എടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ എടുക്കുക കേട്ടോ. നമ്മൾ ഇളക്കിയൊക്കെ മിക്സ് ആക്കാനുള്ളതാണ്. പിന്നെ അതൊരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമില്ല. പിന്നെ അത് നമ്മൾ ഒരു പാക്ക് കോഫി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനൊരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു ടേബിൾ സ്പൂൺ യൂസ് ചെയ്താലും മതി. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ ഒക്കെ എടുത്തിട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് വേണ്ട. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കും കേട്ടോ. നമ്മൾ എത്രത്തോളം പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ചെറിയൊരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കിത് ഉണ്ടല്ലോ ബൂസ്റ്റും കൂടെ വേണം. അതും കൂടെ ഒരു പാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബൂസ്റ്റും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. മിൽക്ക് മെയ്ഡും ഇതൊക്കെ മെൽറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നല്ലോണം ഒന്ന് മെൽറ്റായി കിട്ടും. അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. പിന്നെ അത് നമ്മൾ ഈ പാത്രത്തിലാണ് കേട്ടോ പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ചെറിയൊരു പാത്രമാണ്. അപ്പോൾ ഞാനൊരു 2 ബ്രെഡ് ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് മേലേക്ക് ഒന്നുകൂടി ലെയർ വെക്കാൻ വേണം. പിന്നെ അത് സൈഡിലൊക്കെ നല്ല വെച്ചെടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക. എല്ലാം നല്ല കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം. നല്ല മുങ്ങിക്കിടക്കണം കേട്ടോ. ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ കൂടുതലായിട്ട് കോഫി മിൽക്ക് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇത് നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ക്രഷ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്രീം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുക. 2 ലെയർ ഉണ്ടാക്കുമ്പോൾ 2 ലെയർക്കും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് 3 എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു പാക്ക് ബൂസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഇട്ടിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കി എടുക്കണം. മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വിപ്പിംഗ് ക്രീമിന് നല്ല അത്യാവശ്യം മധുരം ഉണ്ടാവും, ബൂസ്റ്റ് മധുരം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡൊക്കെ കൂടുതലും പിന്നെ പുഡിങ് ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചെടുത്ത് ഇത് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ മധുരം കുറവാണെന്ന് വെച്ചെങ്കിൽ വെറും പിന്നെ വിപ്പിംഗ് ക്രീം ഒഴിവാക്കാം കേട്ടോ. പിന്നെ അത് എടുത്തിട്ടുള്ളത് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ടാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ പൊരിച്ച ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായി. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പൊരിച്ചതും കൂടെ ആകുമ്പോൾ. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഓവർ പൊടിച്ചെടുക്കാതെ. പിന്നെ നമ്മൾ ഈ ബ്രെഡിൻ്റെ മേലെ പിന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം വേണം നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ മേലേക്കുണ്ടല്ലോ ബ്രെഡ് കട്ട് ചെയ്തും കൂടി ഇട്ടെടുത്ത് നല്ല ഫില്ല് ചെയ്യാണ്. നമ്മൾ അടിയിൽ ലെയർ വെച്ചില്ല അതേ മരിക്ക് തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് കോഫി മിൽക്ക് ഉണ്ടല്ലോ അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ അടിയിലുണ്ടല്ലോ ആദ്യം ബ്രെഡ് പിന്നെ വെച്ചില്ലേ അതിൻ്റെ മേലേക്ക് ആദ്യം ഇങ്ങനെ പിന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കോഫി പൗഡറും അതേമാതിരി തന്നെ ബൂസ്റ്റും ഒക്കെ പാടെ കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അത് ഞാനുണ്ടല്ലോ നമ്മൾ പിന്നെ വിപ്പിംഗ് ക്രീം മിക്സ് ആക്കിയത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നല്ലോണം നേരത്തെ ലെവലാക്കി കൊടുക്കണം. അപ്പോൾ അതാ ഇത്രയും ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതേമാതിരിക്കൊന്ന് ലെയറാക്കി കൊടുക്കുക. ലെയറല്ല ലെവലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ അതിൻ്റെ മേലെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈസിയാണ് ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളിതുണ്ടല്ലോ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിൽ ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ കയ്യിൽ എന്തല്ലേന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ചെറീസോ അല്ലെങ്കിൽ ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തായില്ലെന്ന് വെച്ചാൽ അത് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഉണ്ടായിന് പൊടിച്ചത്. പിന്നെ അതും പിന്നെ കുറച്ച് ട്രൂട്ടി ഫ്രൂട്ടി, കുറച്ച് ചെറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ച് ആദ്യം ഇട്ടിട്ട് ഇതിന് മേലെ കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 പാക്ക് ബൂസ്റ്റ് പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലേക്കുണ്ടല്ലോ ട്രൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലേ അതിന് മുന്നിട്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അതുണ്ടല്ലോ പിന്നെ ഒരു പ്രാവശ്യം അതേമാതിരിക്കൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൊണ്ടു, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണ്ടേ.
അപ്പോൾ അതേ ഞാൻ ഗ്രീനും അതേമാതിരിക്ക് തന്നെ ഒരു റെഡൊക്കെ ആയിട്ടുള്ളൊരു 3 കോമ്പിനേഷൻ കളർ ഉണ്ടായി കേട്ടോ ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ അതുണ്ടല്ലോ അതിന് വിലക്ക് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബൂസ്റ്റ് കോഫി പൗഡർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ ബിസ്ക്കറ്റ് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓവർ തണുപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മളെടുത്ത് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ കഴിക്കാൻ അടിപൊളിയാനായിട്ട് നമ്മൾ വെറുതെ ഇരുന്ന് അങ്ങനെ കഴിച്ച് പോവും. പിന്നെ ഓവർ കോഫി പൗഡർ യൂസ് ചെയ്യരുത്, ഓവറാകുമ്പോൾ കഴിക്കൂട്ടോ, ഓവർ കയ്പ്പ് വരും. പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് ഇതൊക്കെ പാടാകുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല ക്രീമി സോഫ്റ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, പിന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ എന്തായാലും ഇതിൽ കുറച്ചൊക്കെ മിസ്റ്റേക്കല്ല കേൾക്കാൻ മതിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.